മൈദയൊന്നും ചേർക്കാതെ ഇതേപോലെ അടിപൊളി ബനാന കേക്ക് ഉണ്ടാക്കിയാലോ, അതും ടേസ്റ്റി ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ട്. റെസിപ്പി പറയട്ടെ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശർക്കര പൊടിച്ചത്, ശർക്കര ഉരുകാനായിട്ട് ആവശ്യമുള്ള വെള്ളം, ശർക്കര ഒന്ന് ഉരുകി തിക്കായി വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നെയ്യ്, ഏലക്ക പൊടിച്ചത്, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റുക. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുത്ത് അതിൻ്റെ വശങ്ങളിൽ മാത്രം ഗ്രീസ് ചെയ്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അതിലേക്ക് തിന്നായിട്ട് കട്ട് ചെയ്ത് ബനാന അങ്ങനെ തന്നെ ചൂടോടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് ലെയറാക്കി അടുക്കിയെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ യോക്കും വൈറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ബനാന പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. മുട്ടയുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് പാല്, ഫ്രഷ് ക്രീം, ശർക്കര പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, ഒരു നുള്ളു ഉപ്പ്, നെയ്യ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് മാറ്റിവെക്കാം. ഇനി ബാറ്റർ ട്രെയിൽ നിരത്തി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പതിയെ ടാപ്പ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് അവനിലേക്ക് വെച്ച് കൊടുത്ത് 40 മിനിറ്റോളം 120 ഡിഗ്രിയിൽ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ കേക്കിന്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിച്ച് വെച്ച ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും മെഷർമെന്റും മറ്റു കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.